ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വീഡിയോയുടെ മുമ്പിൽ വരാനുള്ള കാരണം എന്താ വെച്ചാല്, അപ്പൊ അത് പറയുന്നതിന്റെ മുമ്പ് ഒരു കാര്യം, ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അത് ഓൾ ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ നേടുന്ന പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഒന്നാമത് ഇപ്പൊ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോ നിങ്ങൾ ഫേസ്ബുക്കാണ് ജിതു മിന്ന എന്നുള്ള ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇന്ന് എല്ലാവർക്കും ഓണപരിപാടി ഒക്കെയാണ് സ്കൂളിൽ. എന്റെ മോനും ഉണ്ട്. ഇപ്പൊ ഇന്ന് പോയിട്ടില്ല കേട്ടോ. അപ്പൊ പോകാത്തതിന്റെ കാരണമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇന്ന് റബീഉൽ അവ്വൽ 12 അടുത്ത് വരികയാണെങ്കിൽ 2-3 ദിവസമൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. ശരിക്കറിയില്ല. അപ്പം എന്റെ മോനിപ്പോ ഇതിൽ പാടാനോ മദ്രസിന് സമ്മാനം വാങ്ങാനോ ഒന്നും യോഗല്ല. അപ്പൊ ഒരു ദിവസം ഞാൻ മദ്രസ് കുട്ടിക്ക് സുഖമില്ലാത്തതാണ്, തലക്കാണ് മുറികളും ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ തൊട്ടിട്ട് വന്നിട്ടോ. അതുകൊണ്ടല്ലേ എന്താ പറയാനുള്ളത് വെച്ചാൽ, ഞാൻ ഒരു ദിവസം മദ്രസ്ക്ക് പറഞ്ഞു വെച്ചു. അപ്പൊ ഉസ്താദ് പാട്ടൊക്കെ പഠിപ്പിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞു, ഈ പാട്ട് പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിറ്റേന്ന് എനിക്ക് തീരെ മദ്രസ്ക്ക് പറഞ്ഞേക്കാൻ കഴിയണില്ല. അപ്പൊ എന്താ തലയിൽ ഇങ്ങനെ ചോര പൊടിയാണ്, ബ്ലഡ് ഇങ്ങനെ പൊടിഞ്ഞിട്ട്. അപ്പൊ ഞാൻ പിന്നെ മദ്രസ്ക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ അസുഖം മാറാതെ ഡോക്ടറും പറഞ്ഞേക്കണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്റെ കുട്ടിക്കാണെങ്കിലും മദ്രസിൽ റബീഉൽ അവ്വൽ പാട്ട് പാടാനോ സമ്മാനം വാങ്ങാനോ ഒന്നും ഒരു യോഗല്ല. ആ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടിന്റെ അസുഖം മാറുക എന്നുള്ളതിനാണ് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉമ്മ അവന് സമ്മാനമൊക്കെ വാങ്ങിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, സ്റ്റേജിൽ കൂടെ കിട്ടുന്ന സമ്മാനം, പിന്നെന്താ മദ്രസ കുട്ടികളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന സമ്മാനത്തിനൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയാ, ഒരു രസം വാർത്തന്നെ. ഏതാണ് നിങ്ങളോട് അപ്പൊ നിങ്ങൾക്ക് ഏതാ എങ്ങനെയാണ് യോജിക്കണമെന്നുള്ളത് ഞാൻ എന്റെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ഇതിനോടാണ്, ഈ ഒരു ഇതിനോടാ യോജിക്കുന്നത്? സ്റ്റേജിൽ കൂടെ വാങ്ങുന്ന സമ്മാനത്തിനാണോ നിങ്ങൾക്ക് താല്പര്യം, അതോ വെറുതെ ഉമ്മമ്മ സ്വയം ഇട്ട് കൊടുക്കുന്ന സമ്മാനത്തിനാണോ ഒരു ഇമ്പോർട്ടന്റ്? ഉമ്മമ്മ കൊടുക്കും, പക്ഷെ അത് സ്റ്റേജിൽ കൂടെ ആയിക്കൊള്ളുന്നില്ല അത്രയുള്ളൂ. അപ്പൊ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, സ്റ്റേജിൽ കൂടെ കൊടുക്കുന്നതിന്റെ ഒരു രസം വേറെ തന്നെ, അല്ലാതെ കൊടുക്കുന്നതും കുട്ടിക്ക് സന്തോഷം കിട്ടി, പക്ഷെ അല്ലാതെ കൊടുക്കുന്നതും ഒരു വേറെ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ അതില്? ഇതിനോട് ഏതാ നിങ്ങൾക്ക് ഇഷ്ടം, യോജിപ്പ്? അപ്പൊ അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാല്, ഈ സ്റ്റേജിൽ പാടാനുള്ള ഒരു ഇതില്ല, യോഗം കുട്ടിക്കില്ല. അപ്പൊ വീഡിയോ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്തെല്ലാം പാടാം. പിന്നെ സ്കൂൾ വാങ്ങുന്ന ഓണസദ്യക്കോ പരിപാടിക്കോ ഒന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത്ര കാര്യങ്ങൾ നമ്മുടെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റായിട്ട് മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.